Hello my dear students, welcome to all in our online classroom. Then next we are going to discuss about nature and scope of organization behavior. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നുള്ളത് ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഒരു ഓർഗനൈസേഷനകത്ത് വരുന്ന ഓരോ ഇൻഡിവിജ്വൽ പേഴ്സണിൻ്റെ ബിഹേവിയറിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡീസാണ് എന്തിന് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്, ഓർഗനൈസേഷണൽ ബിഹേവിയറിനകത്ത് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റില്ല, ഒരു സെപ്പറേറ്റ് ഡിസിപ്ലിനാണ് ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് നമുക്ക് പറയാനായിട്ട് കംപ്ലീറ്റ്ലി പറ്റില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരുപാട് ഡിഫറെൻറ്റ് കോൺസെപ്റ്റുകളിൽ നിന്നുള്ള ഐഡിയാസ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ പലതരത്തിലുള്ള ചേഞ്ചസ് ടൈം ടു ടൈം ഈ ഒരു കോൺസെപ്റ്റിനകത്ത് വരാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ്. ദെൻ എന്തൊക്കെയാണ് മെയിനായിട്ടും ഈ ഒരു കോൺസെപ്റ്റിൻ്റെ നാച്ചർ ആൻഡ് സ്കോപ്പ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ച്. അതായത് ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റിനകത്ത് നമ്മൾ ഡിഫറെൻറ്റ് ഡിസിപ്ലിൻസിൽ നിന്നുള്ള നോളജ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഈ ഒരു കോൺസെപ്റ്റിൻ്റെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഇവിടെ ഇതൊരു ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ആണെന്ന് പറയാൻ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേരിയസ് അതർ ഡിസിപ്ലിൻസിൽ നിന്നുള്ള നോളജ് നമ്മൾ ഈ ഒരു കോൺസെപ്റ്റിനകത്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്. സൈക്കോളജി, സോഷ്യോളജി, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ്, ആന്ത്രോപോളജി തുടങ്ങിയിട്ടുള്ള ഡിഫറെൻറ്റ് കോൺസെപ്റ്റുകളിൽ നിന്നുള്ള വരുന്ന പല നോളജ് അല്ലെങ്കിൽ അതിൽ നിന്നുള്ള പല ഐഡിയാസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹ്യൂമൻ ബിഹേവിയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്നുള്ള ഈ ഒരു കോൺസെപ്റ്റിനകത്ത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനൊരു ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ച് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, പറയാനായിട്ട് പറ്റും. ദെൻ നെക്സ്റ്റ് വൺ ആണ് ആക്ഷൻ ഓറിയൻറ്റഡ്. ആക്ഷൻ ഓറിയൻറ്റഡ് എന്ന് പറയാൻ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഓർഗനൈസേഷണൽ ബിഹേവിയറിനകത്ത് ഒരു റാഷണൽ തിങ്കിങ് എന്നുള്ള കോൺസെപ്റ്റിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് ഇവിടെ ഒരു ഓർഗനൈസേഷനകത്ത് വർക്ക് ചെയ്യുന്ന ഓരോ ഇൻഡിവിജ്വൽ പേഴ്സൺ അല്ലെങ്കിൽ അവിടുത്തെ ഹ്യൂമൻ ബിഹേവിയറിനെ പ്രിഡിക്റ്റ് ചെയ്തുകൊണ്ട് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് നടത്തി ഒരു റാഷണൽ തിങ്കിങ്ങിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ പലതരത്തിലുള്ള ഡിസിഷൻസിൽ എത്തുന്നത്. അതുപോലെ തന്നെ ബിഹേവിയർ അനലൈസ് ചെയ്ത് ആ ബിഹേവിയറിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫാക്ടേഴ്സ് ഹ്യൂമൻ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അനലൈസ് ചെയ്തതിൻ്റെ ബേസിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിന് സൊല്യൂഷൻസ് കൊടുക്കുന്ന ഒരു സിറ്റുവേഷനും ഓർഗനൈസേഷണൽ ബിഹേവിയറിനകത്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹ്യൂമൻ ബിഹേവിയർ അനലൈസ് ചെയ്ത് അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് അനലൈസ് ചെയ്ത് മനസ്സിലാക്കിയാൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനൊരു കറക്റ്റീവായിട്ടുള്ള ആക്ഷൻസ് അല്ലെങ്കിൽ സൊല്യൂഷൻ കൊടുക്കാനും അതിൻ്റെ ബേസിൽ ആ ഓർഗനൈസേഷൻ ഒരു ബെറ്റർ റിസൾട്ടിലേക്ക് എത്താനും പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതെന്താണ്, ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് കോൺസെപ്റ്റാണ്. നമ്മളിതിൻ്റെ തിയറിറ്റിക്കൽ ആസ്പെക്ട്സ് മാത്രമല്ല നോക്കുന്നത്. ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ഇൻവോൾവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് കോൺസെപ്റ്റും കൂടെയാണ് ഇത്. നെക്സ്റ്റ്, ബാലൻസ് ഹ്യൂമൻ ആൻഡ് ടെക്നിക്കൽ വാല്യൂസ്. അതുപോലെ തന്നെ ഈ ഒരു കോൺസെപ്റ്റിനകത്ത് നമ്മൾ ഹ്യൂമൻ അതുപോലെ തന്നെ ടെക്നിക്കൽ വാല്യൂസിന് ഒരേ സമയം ഒരു ഓർഗനൈസേഷനകത്തുള്ള വർക്കിംഗ് സ്പേസിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്നുള്ള ഈ ഒരു കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യുക, നല്ലൊരു റിട്ടേൺ ഏൺ ചെയ്യുക എന്നുള്ളതാണ്. അത് ഏൺ ചെയ്യണമെങ്കിൽ ഓർഗനൈസേഷനകത്ത് വരുന്ന ഓരോ ഇൻഡിവിജ്വൽ പേഴ്സൻ്റെയും ബിഹേവിയർ അനലൈസ് ചെയ്ത് എംപ്ലോയീസിനെ നല്ല രീതിയിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ലെവലിൽ കീപ്പ് ചെയ്ത് പോകുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ,
നല്ലൊരു പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാനും ഓർഗനൈസേഷൻ നല്ല രീതിയിൽ സ്മൂത്ത് റണ്ണിങ്ങും ഉണ്ടാവുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഹ്യൂമൻ ആൻഡ് ടെക്നിക്കൽ വാല്യൂസിന് ഒരേ സമയം എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും എന്താണ്, ഓർഗനൈസേഷൻ്റെ എക്സിസ്റ്റൻസിന് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ദെൻ നെക്സ്റ്റ് സയൻസ് ആൻഡ് ആർട്ട്. ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് വൺ സൈഡ് നമുക്ക് നോക്കുമ്പോൾ ഇത് സയൻസ് ആണെന്ന് പറയാം, അതർ സൈഡ് ഇത് നോക്കുമ്പോൾ ഇതിനെ നമുക്ക് ആർട്ടായിട്ടും പറയാനായിട്ട് പറ്റും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻ ബിഹേവിയർ, ഓർഗനൈസേഷനകത്ത് വരുന്ന ഹ്യൂമൻ ബിഹേവിയർ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിനെക്കുറിച്ചുള്ള നോളജ് അക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സയൻസ് ഫീൽഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ നമ്മൾ ആ അക്യൂർ ചെയ്തെടുക്കുന്ന നോളജ് നമ്മൾ പ്രാക്ടിക്കലി ഒരു ഓർഗനൈസേഷണൽ സിറ്റുവേഷനിൽ മാനേജ് ചെയ്യുമ്പോൾ അത് എത്രമാത്രം എഫിഷ്യൻ്റായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ആർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് കോൺസെപ്റ്റുകളകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഓർഗനൈസേഷണൽ ബിഹേവിയറിനകത്ത് വരുന്നുണ്ട്. ഒരു പാർട്ടിൽ നോക്കുമ്പോൾ എന്താണ്, ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറയുന്നത് സയൻസാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർഗനൈസേഷണൽ ബിഹേവിയർ, ഓരോ ഇൻഡിവിജ്വൽ പേഴ്സൻ്റെ ബിഹേവിയർ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സയൻറ്റിഫിക് നോളജ് എന്ത് ചെയ്യുന്നുണ്ട്, അക്വയർ ചെയ്തെടുക്കുന്നുണ്ട്. ദെൻ ആ നോളജിനെ അല്ലെങ്കിൽ ആ സ്കില്ല് നമ്മൾ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അതൊരു ഓർഗനൈസേഷനകത്ത് അപ്ലൈ ചെയ്തുകൊണ്ട് ഓർഗനൈസേഷനിലെ ഒരു ഇൻഡിവിജ്വൽ പേഴ്സണെയും അനലൈസ് ചെയ്യുമ്പോൾ അവിടെ നമ്മുടെ ആർട്ട് എന്ന് പറയുന്ന ആ ഒരു സ്കില്ലും നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. സോ ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ബോത്ത് സയൻസ് ആൻഡ് ആർട്ട് എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് ആൻഡ് അപ്ലൈഡ് സയൻസ്. അതുപോലെ തന്നെ എന്താണ്, ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് എന്താണ്, ഒരു അപ്ലൈഡ് സയൻസ് ആണ്. അപ്ലൈഡ് സയൻസ് ആണെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ഓഫ് എക്സിസ്റ്റിംഗ് സയൻറ്റിഫിക് നോളജ് ടു പ്രാക്ടിക്കൽ ഗോൾസ്. അപ്പോൾ ഒരു ഓർഗനൈസേഷനകത്ത് ഒരു പ്രാക്ടിക്കൽ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ സയൻറ്റിഫിക് നോളജ് യൂസ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇതെന്താണ്, ഒരു അപ്ലൈഡ് സയൻസ് ആണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാം. ദെൻ നെക്സ്റ്റ് ഇൻ എക്സാക്ട് സയൻസ്. അതുപോലെ തന്നെ ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഎക്സാക്ട് സയൻസ് ആണ്. കംപ്ലീറ്റ്ലി നമുക്ക് എന്താണ്, അതിനൊരു പ്യുവർ സയൻസ് ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കെമിസ്ട്രിയോ ഫിസിക്സോ പോലെയുള്ളൊരു പ്യുവർ സയൻസാണ് നമ്മൾ ഓർഗനൈസേഷണൽ ബിഹേവിയറിനകത്ത് അപ്ലൈ ചെയ്യുന്നത് എന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് പറ്റില്ല. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇവിടെ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വാരിയബിൾസ് എന്ന് പറയുന്നത് എന്താണ്, ഹ്യൂമൻ ബീയിങ്സ് ആണ്. ഇൻഡിവിജ്വൽ പേഴ്സൺസ് വിത്തിൻ ദി ഓർഗനൈസേഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ചൂസ് ചെയ്യുന്ന എലമെൻറ്റ്സ്. സോ ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു അൺപ്രിഡിക്റ്റബിൾ ആയിട്ടുള്ള ചേഞ്ചസ് അഡോപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എലമെൻ്റാണ്. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത്തരത്തിലുള്ള ഹ്യൂമൻ ബീയിങ്സിനെ ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അവരെ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ നമുക്കൊരു എക്സാക്റ്റ് റിസൾട്ട് എപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു വാരിയബിൾ എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന, അതുപോലെ തന്നെ പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉള്ള ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. ദെൻ നെക്സ്റ്റ് ബിഹേവിയർ അപ്രോച്ച് ടു മാനേജ്മെൻറ്റ്. അതുപോലെ തന്നെ എന്താണ്, ഈ ഒരു ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഓർഗനൈസേഷനകത്ത് വരുന്ന ഹ്യൂമൻ കോൺസെപ്റ്റിന് റിലേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഇവിടെ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഇമോഷൻസ്, അവർ ഫേസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ്, അതൊക്കെയാണ് മെയിനായിട്ടും എന്ത് ചെയ്യുന്നത്, അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ
മാനേജ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ പേഴ്സൺസ് ഇൻ ആൻ ഓർഗനൈസേഷൻ എന്നുള്ള കോൺസെപ്റ്റിനാണ് എന്ത് ചെയ്യുന്നത്, കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ദെൻ നെക്സ്റ്റ് കണ്ടിൻജൻസി അപ്രോച്ച്. അതായത് ഈ ഒരു ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ ഓർഗനൈസേഷൻസിനകത്ത് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് സിറ്റുവേഷനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആക്ഷൻസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതായത് നമുക്ക് എപ്പോഴും എന്ത് ചെയ്യില്ല, ഒരു അബ്സല്യൂട്ടായിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പലതരത്തിലുള്ള വേരിയേഷൻസ് സിറ്റുവേഷൻസിനകത്ത് വരാം. അത്തരത്തിലുള്ള സിറ്റുവേഷൻസിന് അപ്രോപ്രിയേറ്റ് ആയിട്ട് വേണ്ട അപ്ലിക്കേഷൻസ് ചൂസ് ചെയ്യുക എന്നുള്ളത് ഓർഗനൈസേഷണൽ ബിഹേവിയറിൽ വരുന്ന ഒരു കോൺസെപ്റ്റാണ്. അതായത് ഒരു ഓർഗനൈസേഷനകത്ത് എന്ത് ചെയ്യാം, ഡിഫറെൻറ്റ് നാച്ചുറലുള്ള അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കൾച്ചറിൽ നിന്ന് വരുന്ന ഇൻഡിവിജ്വൽ പേഴ്സൺസാണ് ഉണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ ഒരു ഇൻഡിവിജ്വൽ പേഴ്സണിനെ എങ്ങനെയാണോ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് അതുപോലെ ആയിരിക്കില്ല ഒരു അനദർ എംപ്ലോയിയെ നമ്മൾ ഹാൻഡിൽ ചെയ്യുക. സോ ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആക്ഷൻസ് വേണം എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു ഓർഗനൈസേഷണൽ ബിഹേവിയർ കോൺസെപ്റ്റിലൂടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോഴാണ് നമുക്കൊരു അബ്സല്യൂട്ട് ആയിട്ടുള്ള ഒരു റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ നെക്സ്റ്റ് വണ്ണാണ് എ സിസ്റ്റംസ് അപ്രോച്ച്. ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് വിഷനാണ്. അതായത് ഇവിടെ ഒരു ഓർഗനൈസേഷൻ്റെ ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ട് ആ ഒരു ഓർഗനൈസേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വാരിയബിൾസിന്, മെയിനായിട്ടും ഹ്യൂമൻ ബിഹേവിയറിനെ സിസ്റ്റമാറ്റിക്കായിട്ട് അനലൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റിലൂടെ നമ്മളൊരു സിസ്റ്റം അപ്രോച്ചാണ് നടത്തുന്നത്. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് കണ്ടക്ട് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് എക്സിസ്റ്റൻസ് അറ്റ് മൾട്ടിപ്പിൾ ലെവൽസ്. അതുപോലെ തന്നെ എന്താണ്, ഈ ഒരു ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്നുള്ള ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ട് ഒരു ഓർഗനൈസേഷനകത്തുള്ള ഡിഫറെൻറ്റ് ലെവൽസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബിഹേവിയർ അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇൻഡിവിജ്വൽ പേഴ്സൺ വൈസ് നോക്കുകയാണെങ്കിൽ അങ്ങനെ, അതുപോലെ തന്നെ ഓർഗനൈസേഷനിൽ ഗ്രൂപ്പ്സ് വൈസ്, അതുപോലെ തന്നെ നമ്മൾ ഓരോ ലെവൽസിനകത്തും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണിത് ഓരോ ലെവൽസിലും എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്താൽ പോരാ, ഒരു ഇൻഡിവിജ്വൽ പേഴ്സണിനെ മാത്രം ഇൻഫ്ലുവൻസ് ചെയ്താൽ പോരാ, എൻ്റയർ ഓർഗനൈസേഷനെ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വൽ പേഴ്സൻ്റെ ബിഹേവിയർ അനലൈസ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാ ഒരു ഗ്രൂപ്പ് ബിഹേവിയറിന് നല്ലൊരു ചേഞ്ച് ക്രിയേറ്റ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യും. അത്തരത്തിലുള്ള ആ ഒരു ഗ്രൂപ്പ് ബിഹേവിയറിൽ വരുന്ന ചേഞ്ചസ് ആ ഒരു ഓർഗനൈസേഷൻ്റെ ബിഹേവിയറിൽ തന്നെ ഒരു വലിയ പോസിറ്റീവ് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യും. ദെൻ നെക്സ്റ്റ് സയൻറ്റിഫിക് മെത്തേഡ്. അതുപോലെ തന്നെ ഓർഗനൈസേഷണൽ ബിഹേവിയറിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് സയൻറ്റിഫിക് മെത്തേഡ്സ് ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് പലതരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻസ്, അതുപോലെ തന്നെ റിസർച്ചുകൾ, എംപിരിക്കൽ സ്റ്റഡീസ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓർഗനൈസേഷനകത്ത് വരുന്ന ഇൻഡിവിജ്വൽ പേഴ്സണിനെ സ്റ്റഡി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്.
സോ അതുകൊണ്ട് തന്നെയാണ് ഓർഗനൈസേഷണൽ ബിഹേവിയർ സയൻറ്റിഫിക് മെത്തേഡ്സ് അനാലിസിസിന് വേണ്ടി ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് കൺസേൺ വിത്ത് എൻവയോൺമെൻറ്റ്. അതായത് ഈ ഒരു ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറയുന്നത് എന്താണ്, ഒരുപാട് എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് വരുന്നുണ്ട്. അതായത് നമ്മുടെ എൻവയോൺമെൻറ്റിൽ വരുന്ന കോമ്പാറ്റിബിലിറ്റി വിത്ത് എൻവയോൺമെൻറ്റ് പോലുള്ള ഇഷ്യൂസ് ഒരു ഓർഗനൈസേഷണൽ ബിഹേവിയറിനെ റിലേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു പേഴ്സൻ്റെ കൾച്ചറ് ആ ഒരു പെർട്ടിക്കുലർ എൻവയോൺമെൻറ്റിൽ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷണൽ സിറ്റുവേഷനിൽ എത്രമാത്രം കംഫർട്ടബിളാണ്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് കൾച്ചേഴ്സിൽ നിന്നുള്ള ഓരോ ഇൻഡിവിജ്വൽ പേഴ്സൺ ഒരു ഗ്രൂപ്പിനകത്ത് വരുമ്പോൾ അത് എത്രമാത്രം മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർഗനൈസേഷണൽ ബിഹേവിയറിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള ഇഷ്യൂസ് എല്ലാം അനലൈസ് ചെയ്യുന്നുണ്ട്. സോ ഇത് ഈ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, എൻവയോൺമെൻറ്റിനെയും കൂടി കൺസേൺ ചെയ്തുകൊണ്ട് വരുന്ന ഒന്നാണ്. ദെൻ നെക്സ്റ്റ് നോർമാറ്റീവ് സയൻസ്. അതുപോലെ തന്നെ ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു നോർമാറ്റീവ് സയൻസാണ്. അതായത് ഒരു കോസ് ആൻഡ് എഫക്ട്സ് റിലേഷൻഷിപ്പ് അനലൈസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് ഓർഗനൈസേഷണൽ ബിഹേവിയർ. അതായത് ഈ ഒരു നോർമാറ്റീവ് സയൻസിനകത്ത് നമ്മളെന്താണ്, ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിൻ്റെ കോസസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പാണ് നമ്മൾ അതിനകത്ത് എന്ത് ചെയ്യുന്നത്, അനലൈസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓർഗനൈസേഷണൽ ബിഹേവിയറിനകത്തും ഈ ഒരു സിമിലർ നാച്ചുറാണ് എന്ത് ചെയ്യുന്നത്, അനാലിസിസിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നോർമാറ്റീവ് സയൻസ് ആണെന്ന് കൂടെ പറയാം. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടും ഓർഗനൈസേഷൻ ബിഹേവിയറിൻ്റെ നാച്ചുർ അല്ലെങ്കിൽ സ്കോപ്പിനകത്ത് മെയിനായിട്ടും വരുന്ന പോയിൻറ്റ്സ്.